ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആടലോടകം എന്ന് കേൾക്കാത്തവർ ഉണ്ടാവില്ല. ആയുർവേദ ചികിത്സാ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആടലോടകത്തിൻ്റെ ഇല അല്പം തേൻ മിക്സ് ചെയ്ത് ദിവസവും 3 നേരം കഴിക്കുക. ഇത് എത്ര വലിയ മാറാത്ത ചുമയ്ക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. പാർശ്വഫലങ്ങൾ ഇല്ല എന്നതും ഈ മരുന്നിൻ്റെ പ്രത്യേകതയാണ്. ആടലോടകത്തിൻ്റെ ഇല പിഴിഞ്ഞ് നീരെടുത്ത് അതിൽ അല്പം ശർക്കര മിക്സ് ചെയ്ത് കഴിച്ചാൽ അമിത ആർത്തവ രക്തത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല, ആർത്തവ സംബന്ധമായി ഉണ്ടാവുന്ന വയറുവേദന ശമിക്കുന്നതിനും സഹായിക്കുന്നു ഈ ഒറ്റമൂലി. അല്പം ആടലോടകത്തിൻ്റെ വേര് അരച്ച് ചാറെടുത്ത് അത് പൊക്കിളിന് താഴെയായി പുരട്ടിയാൽ പെട്ടെന്ന് പ്രസവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല, പ്രസവവേദന ലഘൂകരിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നു. ഇതിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് അല്പം തേൻ മിക്സ് ചെയ്ത് കഴിക്കുന്നത് മഞ്ഞപ്പിത്തം എന്ന പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിനും മികച്ചു നിൽക്കുന്ന ഒന്നാണ് ആടലോടകം. ഏത് സമയത്ത് പനിയും ജലദോഷവും വരും എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ പെട്ടെന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള പനിക്കും ജലദോഷത്തിനും പരിഹാരം കാണുന്നതിന് ആടലോടകത്തിൻ്റെ ഇല കഷായം വെച്ച് കഴിച്ചാൽ മതി. ക്ഷയരോഗത്തിന് പരിഹാരം കാണുന്നതിനും ആടലോടകത്തിൻ്റെ ഇളം ഇലയുടെ നീര് ദിവസവും 3 നേരം വീതം കുടിച്ചാൽ മതി. ഇതിൻ്റെ പൂവിൽ നിന്നും നീരെടുത്ത് അത് കണ്ണിലൊഴിക്കുന്നതും കണ്ണിന് ആരോഗ്യവും കരുത്തും നൽകുന്നു. ആടലോടകത്തിൻ്റെ ഇലയുടെ നീരും ഒരു കോഴിമുട്ട വാട്ടിയതും അല്പം കുരുമുളക് പൊടിയും മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഇത് നല്ല കരുത്തും ആരോഗ്യവും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അല്പം ആടലോടകത്തിൻ്റെ ഇല കഷായം വെച്ച് കഴിക്കുന്നത് കൃമിശല്യത്തെ ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും നല്ല ദഹനത്തിനും സഹായിക്കുന്നു. അല്പം കൽക്കണ്ടത്തിൽ ആടലോടകത്തിൻ്റെ ഇല ഉണക്കി പൊടിച്ചതും വേരും മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തേ.